ഈ വർഷം പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പ്രത്യേക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് 800 വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ 2027 ജനുവരി 10 തീയതി വരെയാണ് ഈ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ വർഷത്തിന്റെ കാലാവധി. ജൂബിലി വർഷമായി ഫ്രാൻസിസ് അസീസിയുടെ പ്രത്യേക വർഷമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതൊരു പ്ലീനറി ഇന്റലിജൻസിന്റെ കാലഘട്ടം കൂടിയാണ്. അതായത് കുമ്പസാരിച്ച് ഭക്തിയോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ച് അത് മാർപ്പാപ്പയുടെ ഇന്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കുമ്പസാര ശേഷമുള്ള അവരുടെ പാപത്തിന്റെ പരിണിത ഫലമായി ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം അവർക്ക് ലഭിക്കുമെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഏതായിരുന്നാലും ലോകമെമ്പാടും ഏതെങ്കിലും ഫ്രാൻസിസ്കൻ കോൺവെന്റൽസിന്റെ ദേവാലയത്തിലോ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്ലീനറി ഇന്റലിജൻസ് അഥവാ ദണ്ഡവിമോചനം ലഭിക്കുവാനായിട്ട് യോഗ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജൂബിലി വർഷങ്ങളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സഭയുടെ സാഹചര്യങ്ങളിലുമാണ് ഇങ്ങനെ ദണ്ഡവിമോചനം മാർപ്പാപ്പ പ്രഖ്യാപിക്കുക. അപ്പൊ 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെ പ്രത്യേകമായി ഫ്രാൻസിസ് അസീസിയുടെ പേരിലുള്ള ഒരു വർഷമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം കൂടുതൽ പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടും കുമ്പസാരിച്ച് തീർത്ഥാടനം നടത്തി ഫ്രാൻസിസ് അസീസിയുടെ പേരിലുള്ള ദേവാലയങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പ്രത്യേക കൃപ സ്വീകരിക്കുവാൻ അത് കാരണമാകുമെന്നാണ് ഇതിന്റെ അർത്ഥം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.